തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയിട്ടും ലീഗ് ശക്തി കേന്ദ്രങ്ങളിൽ മുന്നണി ബന്ധം അപ്രസക്തമാക്കുന്ന തർക്കങ്ങൾ മുറുകുന്നു. ഒന്നിച്ച് മത്സരിക്കില്ലെന്ന് പ്രാദേശിക നേതൃത്വങ്ങൾ പ്രഖ്യാപിക്കുന്നതിടത്തുവരെ കാര്യങ്ങൾ എത്തിയിട്ടും പ്രശ്നപരിഹാര ഫോർമുല രൂപീകരിക്കാൻ നേതൃത്വത്തിന് ആയിട്ടില്ല. പ്രാദേശിക നേതൃത്വത്തിന് പുറമെ സംസ്ഥാന നേതാക്കളും പരസ്പരം ഒളിയമ്പ് ചെയ്യുന്നതിനിടെ മലപ്പുറത്ത് മാത്രം 12 പഞ്ചായത്തുകളിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായി ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ് തുറന്നടിച്ചു. മലപ്പുറത്താണ് പതിവ് പോലെ ലീഗ് കോൺഗ്രസ് തർക്കം രൂക്ഷം. 12 പഞ്ചായത്തുകളിലെങ്കിലും തർക്കം ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നുവെന്ന് ലീഗ് സംസ്ഥാന നേതൃത്വം തന്നെ സമ്മതിക്കുന്നു. ഒരു 10-12 പഞ്ചായത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അതിപ്പോൾ അടുത്ത് തന്നെ പരിഹരിച്ചു പോകും. അതൊരു UDF-ന്റെ പുറത്തു നിന്നുള്ളൊരു സഖ്യമോ UDF-ന് ഇല്ലാത്ത ആളുകളെ കക്ഷികൾ വെച്ചുള്ള ഒരു ബന്ധമോ ധാരണയോ ലീഗ് പാർട്ടിയിൽ ഉണ്ടാവില്ല. സീറ്റുകളുടെ വീതം വെപ്പ് തന്നെയാണ് പതിവ് പോലെ തർക്കം. മലപ്പുറത്തെ വിവിധ പഞ്ചായത്തുകളിൽ തങ്ങൾക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ സീറ്റ് വേണമെന്നാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വങ്ങളുടെ ആവശ്യം. എന്നാൽ മലപ്പുറം തങ്ങളുടെ ശക്തി കേന്ദ്രമായതിനാൽ വിട്ടുകൊടുക്കാൻ ലീഗും തയ്യാറല്ല. ഇനിയിപ്പോൾ ഓരോരുത്തർ ശക്തി തെളിയിക്കാൻ വേണ്ടി വ്യവഹാരം മത്സരിച്ചാൽ എല്ലാവർക്കും മത്സരിക്കാം. മുന്നണിയാവുമ്പോൾ ചില വിട്ടുവീഴ്ചകൾ, ചില കാര്യമൊക്കെ ഉണ്ടാവും. തർക്കം മുറുകുന്നതിനിടയിൽ വണ്ടൂരിലെ 4 പഞ്ചായത്തുകളിലും നിലമ്പൂരിലെ മുത്തേടത്തും അടക്കം പലയിടത്തും കോൺഗ്രസിനൊപ്പം മത്സരിക്കാനില്ലെന്നാണ് ലീഗ് പ്രാദേശിക നേതൃത്വങ്ങളുടെ പ്രഖ്യാപനം. കോഴിക്കോടും ചില പതിവ് പ്രശ്ന പഞ്ചായത്തുകൾ നിലനിൽക്കുന്നു. ഇതിനിടെയാണ് കുഞ്ഞാലിക്കുട്ടിയും ആര്യാടനും പാർട്ടി കൺവെൻഷനുകളിൽ ഒളിയമ്പുകൾ എയ്തത്. ഇതോടെ ഇത്തവണയും കോൺഗ്രസ് ഇല്ലാത്ത UDF മുന്നണിയും ലീഗിനെതിരെ കോൺഗ്രസിന്റെ അവിയൽ മുന്നണിയുമൊക്കെ രംഗപ്രവേശനം ചെയ്യാനുള്ള സാധ്യതകൾ തള്ളാനാവില്ല. KR സാജു, റിപ്പോർട്ടർ, കോഴിക്കോട്.